ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോൺസ്റ്റർ ഹൂക്സ്. ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് സാധാരണ വ്യത്യസ്തമായിട്ട് ഒരു കാർപ്പ് ഫിഷിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, കരിമീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് എസ്പെഷ്യലി. അപ്പോൾ കരിമീൻ പിടിക്കാൻ നമ്മളിന്ന് ഇപ്പോൾ കൂടെ വന്നിരിക്കുന്നത് സിദ്ദിഖാണ്. ഫിഷിംഗ് രംഗത്ത് ഒരു ഗുരുസ്ഥാനീയനാണ് സിദ്ദിഖ. അപ്പോൾ സിദ്ദിഖാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കരിമീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് എന്താണ് പറ്റുക, പിന്നെ ഇതിൻ്റെ ഫീഡ് കാര്യങ്ങൾ, അതുപോലെ ഇത് കാസ്റ്റ് ചെയ്യുന്ന രീതികൾ, ഫിഷ് അടിക്കുന്ന രീതികൾ എല്ലാം വ്യത്യസ്തമാണ്. കരിമീൻ പിടിക്കുന്നവർക്ക് അറിയാൻ പറ്റും. എന്നാലും നമുക്ക് ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ ഒന്ന് ട്രൈ ചെയ്യാം. സാധാരണ നമ്മൾ കൊടുത്ത് കിട്ടുന്ന പോലെ അല്ല കേട്ടോ കിട്ടുന്നത്. കരിമീനൊരു എല്ലാത്തിനും ഒരു പ്രത്യേകതയുണ്ട്. എന്നുവെച്ചാൽ മീൻ ഇത് എന്തെങ്കിലും ഒരു ചെറിയ തടസ്സം ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ, ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ തടസ്സം ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് എടുക്കത്തില്ല, അങ്ങനെ തന്നെ ഇട്ടിട്ട് പോകും. ഇത് അയ്യക്കട്ടയുടെ ഉള്ളിൽ കൂടെ അല്ല അതിനങ്ങോട്ട് വലിഞ്ഞു പോകും. അപ്പോൾ മീൻ അത് അടിച്ച് പയ്യൊരു അനക്കം കാണുമ്പോൾ തന്നെ അടിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇത് കരിമീൻ്റെ ഫീഡാണ്. അത് സിദ്ദിഖയുടെ ഒരു സ്പെഷ്യൽ കൂട്ടാണ്. ഇപ്പോൾ ഇത് കരിമീനിന് വേണ്ടി ഒരു 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 എന്താ പറയുക, ഒരു മാജിക്കൽ കൂട്ടാണ് ശരിക്കും. ആക്ച്വലി ഇട്ടാൽ അപ്പം അത് വന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണ് എന്ന് അറിയാൻ താല്പര്യമുള്ളവരെ ജസ്റ്റ് ഒരു കമന്റ് ഇടുക. ഓക്കെ, മുകളിൽ എന്തോ കിളിയോ അങ്ങനെ ആയിട്ട് വന്നു. അപ്പോൾ അന്നേരത്തേക്ക് അത് കുലുങ്ങിയിട്ട് അരി ചാടണം. അതാ പറല അങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നത്, വെട്ടിയെടുക്കുന്നത്. അങ്ങനെ ജിക്കു ചേട്ടൻ കൂടെ നമ്മളോട് ജോയിൻ ചെയ്തു കേട്ടോ ഫിഷിങ്ങിനായിട്ട്. ആ പാറയുടെ അപ്പുറം കാണുന്ന നല്ല അടിപൊളി സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഒന്ന് തിരിച്ചിട്ടായി ഇത്രയും പോണോ? Yes, fish on. Yes, fish on. വെക്കരുത് കേട്ടോ, വെക്കരുത്. അടുത്ത് വരുമ്പോൾ ഒട്ടും വെക്കരുത്. കരിമീനാണ്. ആ നല്ല അടിപൊളി കരിമീൻ. എട്ട മോനെ എന്ന സൈസ്. ഇത് നമുക്കിപ്പോൾ അടിച്ച മീനെ കണ്ടോ, സൈസ് ഉണ്ടോ എൻ്റെ കൈ ഒന്ന് വെച്ച് എൻ്റെ അടുത്തേക്ക് ചേട്ടാ ഉണ്ടോ? നല്ല അടിപൊളി കരിമീൻ. ആ ചെറാനടിച്ചോട്ട് വിടുന്നു. അങ്ങനെ സിദ്ദിഖയ്ക്ക് ഒരു നല്ല മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മീനാണ്. ഇതിന് തൊട്ട് മുമ്പ് ഇതുപോലെ തന്നെ വലിയൊരു മീൻ അടിച്ച് ജസ്റ്റ് അടുത്ത് വന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു. ജിക്കുനും അടിക്കുന്നുണ്ട് കേട്ടോ. നല്ല മീനല്ലേ? ഇല്ല ഇല്ല, അവിടെ കിട്ടുന്നില്ല. അടിപൊളി പൊങ്ങണില്ല കരിമീന. കൊള്ളാം കൊള്ളാം, കിട്ടിയതിൽ സൈസ്. കരിമീനിന് പല്ല് 3/4 കിലോ 1 കിലോ പല്ലുന്ന കരിമീന് പല്ലുണ്ടാവും. ഇതാണ് ഇത്രയൊക്കെ പറഞ്ഞത് കൊടുക്കാനൊക്കെ നമ്മൾ നാണോ? സൈസ് ഉണ്ടോ പിടിക്കുക. നേരത്തെ പറയാത്തന്നെ വെച്ചാൽ കിട്ടുമോ കിട്ടില്ലെന്ന് നമുക്കൊരു ഉറപ്പില്ലല്ലോ. ഇത് നമുക്ക് കരിമീൻ കിട്ടിക്കഴിഞ്ഞിട്ട് ചെറിയൊരു പരിപാടി കൂടെ ഉണ്ട്. നമ്മുടെ ഒരു കിച്ചണുണ്ട്. അപ്പൊ കിച്ചണിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഇവനെ റെഡിയാക്കും, പൊള്ളിക്കുക. എന്താ, നമ്മുടെ ഒരു ചീഫ് ഷെഫ് ഉണ്ട്, പുള്ളിനെ കൂട്ടിയിട്ട് നമുക്ക് അന്നേരത്തെ രീതി അനുസരിച്ച് എന്താന്ന് വെച്ചാൽ ഇവൻ രക്ഷയിലോട്ട് പിടച്ചോണ്ടിരിക്കുക. ഒന്ന് പോസ് ചെയ്യാൻ പറ്റുള്ള ഫ്രണ്ടില് വലിയ കിടക്കണം. ഈ ഇത് കണ്ടോ, ഈ പാറയുടെ നേരെ ഭയങ്കര ഉടക്കാം. ലാസ്റ്റ് ഒരെണ്ണം അടിച്ചിട്ട് അവിടെ കയറി ഉടക്കി പുള്ളി പറയും. ഇതെങ്ങനെ പയ്യെ അനങ്ങുമ്പോ തന്നെ അടിക്കണോ?
കയ്യിൽ നിന്ന് എടുത്തോണ്ട് പോകും. ഇച്ചിരി വളരെ ടൈറ്റ് ആക്കി പിടിക്കായിരുന്നായി. ഒരു കുഴി പോലെ ഉണ്ടോ, അവിടെ വീണിട്ട് ഇച്ചിരി ദിവസം അവിടെ ചാടിയത് പോട്ടെ. അവിടെ വീണായി. ഇച്ചിരി ലൂസ് കിട്ടരെ. അതിന് ലോക്ക് ചെയ്ത് വെച്ചു. ഞാൻ വള്ളിയിലേക്ക് ശ്രദ്ധിച്ച് കഴിക്കുമ്പോൾ അങ്ങോട്ട് ആടി പോകും. എന്നിട്ട് കയ്യിൽ നിന്ന് മേടിക്കേണ്ടി വരും. ഒറ്റ ഉപ്പ് കൈയിട്ട് അനക്കമൊക്കെ പിടിക്കുന്നത് നമ്മൾ അറിയില്ല കേട്ടോ. എനിക്ക് കൊത്തുണ്ടോ? അങ്ങോട്ട് ആട്ടുവാണെങ്കിൽ കൊടുത്തോളണം. അങ്ങോട്ട് എടുക്കുമ്പോ ഒറ്റ കിണറെടുത്തേ ഈ വിഷയം പറ്റില്ല. കറിക്കൊണ്ടിരുന്നു നിർത്തണ്ട. കൈ കയറില്ല വിട്ട് ഓ ആകെ ഫുള്ളിട് മനുഷ്യ. സൈസ് കരിമീനായിട്ടല്ല അടിക്കുന്നത് അല്ലേ ചേട്ടാ? ഒന്നും അല്ല അളിയാ, കരിമീൻ എന്നൊക്കെ പറഞ്ഞാൽ 25-30 വേണ്ടി പറവറോന്ന് പൊട്ടിച്ചോണ്ടാണ് കരിമീൻ പിടിക്കുമ്പോഴായിരുന്നു. ഞാനങ്ങനെ കരിമീൻ പിടുത്തത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. 1 മണിക്കൂർ കിട്ടുമോ? അങ്ങനെ വൈശാഖന് മീൻ അടിച്ചിട്ടുണ്ട്. അടിപൊളി സ്പീഡി കറക്കും. അത് സാരമില്ല. കയറി ഉടക്കി കയറി കഴിഞ്ഞാൽ കട്ടയും കൊളുത്തും പോവില്ലേ? അങ്ങനെ വൈശാഖന് കുഞ്ഞനാണെങ്കിലും ഓരോരുത്തരെ കിട്ടിയിട്ടുണ്ട്. വലിയ കരിമീൻ ഇപ്പൊ നമുക്ക് കിട്ടണോണ്ടല്ലേ, അല്ലെങ്കിൽ അതൊക്കെ കരിമീനല്ലേ. അവിടെ കൊല്ലി പിടിച്ചിട്ടാണ് എന്തുകൊണ്ടായിരുന്നോ? ഇതുണ്ട്, ഇത് തീരെ എടുക്കാൻ സൈസാ, നല്ല സൈസാ, കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കരിമീൻ തന്നെ ഉണ്ട് 5-6 എണ്ണം. 3 കിലോ ഉണ്ട്. പിന്നെ ഇത് ആറ്റുചെമ്പല്ലി എന്ന് പറഞ്ഞൊരു സാധനമാണ്. നമ്മളിന്ന് രാവിലെ പിടിച്ച മീനുകളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. മീനിനെ കുളിപ്പിച്ച് നമ്മളും കുളിച്ച് റെഡി കുട്ടപ്പനായിട്ട് നമ്മൾ ഷെഫിനെ ഏൽപ്പിക്കുവാണ്. പോൾസ് ഡെസേർട്ടില് ജിൽജിയാണ് നമ്മളുടെ ഷെഫ്. എൻ്റെ ക്ലാസ്മേറ്റ് ആണ്, കൂടാതെ എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണ്. അപ്പൊ ഇദ്ദേഹം ഇന്ന് എന്താക്കും എന്ന് നമുക്ക് നോക്കാം. മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തേക്ക് മസാല കയറാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യാ? മസാല കയറാൻ വേണ്ടിയിട്ട് നമ്മളിത് ചെറുതായിട്ട് മീനെ പഞ്ചർ ചെയ്യും. ഓക്കെ, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കട്ട് ചെയ്യുന്നില്ല. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മീനിന്റെ ഫ്ലഷ് ഭയങ്കരമായിട്ട് അങ്ങ് വിടുന്നു പോകും. അതുകൊണ്ട് പഞ്ചർ ചെയ്താൽ മതി. പഞ്ചർ ചെയ്ത് കഴിഞ്ഞാൽ മസാല അതിൻ്റെ അകത്തേക്ക് തകർക്കും. ഓക്കെ, അത് നൈസ് പരിപാടി കേട്ടോ. മീനിന്റെ ഒരു ഭംഗി. നമ്മളിപ്പോ സാധാരണ എന്തെങ്കിലും ഒരു നല്ലൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു കമ്പിയുടെ കഷ്ണം ഉണ്ടെങ്കിൽ ഇതിപ്പോ കുത്തുകുത്തണ പപ്പടം കുത്തി അല്ലെങ്കിൽ പുട്ടിന്റെ എടുക്കുന്ന മാതിരത്തുള്ള സാധനം. ഓക്കെ, നൈസ്. എന്താണ് നമുക്കിവിടെ പുഴന്ന് കിട്ടുന്ന കരിമീനൊക്കെ നല്ല സൈസ് കേട്ടോ. ഇതിപ്പോ ഇന്ന് രാവിലെ കിട്ടിയത് ഇത്രയും ഇതിനേക്കാളും ഒത്തിരി വലുതാ സിദ്ദിഖ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പിടിച്ചത്. പുള്ളിയുടെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഇപ്പൊ വരുമല്ലോ. നല്ല കരിമീനാണിത്. കരിമീൻ ഫ്രഷ്നെസ് നമ്മൾക്ക് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. ലൈക്ക് ഇത് മാക്സിമം എത്ര പഞ്ചറിടാവോ അത്രയും നല്ലതായിരിക്കും. നമ്മൾ സവാള വെച്ചിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യുന്നത്. വൈശാഖ ഇതൊക്കെ കണ്ടുവെച്ചോട്ടോ. ഇതൊക്കെ നമുക്ക് കോപ്പി അടിക്കാനുള്ളതാണ്. നമുക്ക് നമ്മുടെ കംപ്ലൈന്റ് പറമ്പിലൊക്കെ ചെല്ലുമ്പോഴേ ഞാൻ തേജുവിന്റെ വീഡിയോസ് കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, നാളെ തേജു എനിക്കൊരു പാരയായിട്ട് വരുമോ, പ്രത്യേകിച്ചും മീനിന്റെ കാര്യത്തിൽ. ആദ്യം നമ്മൾ ഇടാൻ പോകുന്നത് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീരി അല്ല, എരിവുള്ള മുളക് പൊടി. ഓക്കെ. പിന്നെ നമ്മൾ ഇടുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയല്ല, ശരിക്കും കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളകാണ്. ക്രഷ്ഡ് പെപ്പറാണ് വരുന്നത്. പിന്നെ നമ്മൾക്ക് വരുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്.
നമ്മൾ അരച്ചെടുത്ത് വെച്ചാണ്. അരച്ചെടുത്ത് വെച്ചേക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ നമ്മൾ ഉപ്പ്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഇത് ചാലിക്കുന്നത്. വെളിച്ചെണ്ണ ഫ്ലേവർ വരുമ്പോൾ ഇത് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ കൊപ്ര വെട്ടി ഉണക്കി ആട്ടിച്ച വെളിച്ചെണ്ണയാണ്. ഈ സാധനം മിക്സ് ചെയ്യാം. അപ്പൊ തന്നെ അതിന്റെ സ്മെല്ല് ഭയങ്കര ശരിക്കും നമ്മൾ ആ കുത്തിയക്കണതിനകത്തേക്ക് ഇത് കയറും. അതിൻ്റെ അകത്ത് കയറും. അത് നമ്മൾ ശരിക്കും ഇച്ചിരി പ്രസ് ചെയ്ത് വേണം ഇത് മസാല പറ്റാനായിട്ട്. ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് സാറേനെയും ഇതേ വിളിക്കാനുള്ളൂ, ബാക്കി എല്ലാവരും ആയി. ഇത് കഴിഞ്ഞിട്ട് ഫുഡ് നമുക്ക് സെർവ് ചെയ്ത സമയത്ത് വേണം ഒരു പാട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് പൊളിക്കാം. നമുക്ക് അത് നല്ലൊരു ഇതായിരിക്കും. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയ്ക്കൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചു. അതെന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് വേണ്ടിയിട്ടല്ല, മീൻസ് ഇത് കാണുന്നവർക്കും പ്രേക്ഷകർക്കും ഒക്കെ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾ ആക്ച്വലി ഇവിടെ ഈ പോൾസ് ഡെസേർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് എന്ത് ഐറ്റംസ് ആണ്? പോൾസ് ഡെസേർട്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഡെസേർട്ട് ഫാം ആണ്. ആക്ച്വലി നമ്മൾ മെയിൻലി ചെയ്യുന്നത് പുഡിങ്സ്, കേക്ക്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ. പുഡിങ്സ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. പുഡിങ്സ് ലൈക്ക് ഓൾമോസ്റ്റ് ഒരു 14 വെറൈറ്റി പുഡിങ്സ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ട്. കോൾഡ് പുഡിങ്സ് മാത്രം നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പുറത്ത് വെച്ചാലും മെൽറ്റ് ആവില്ലാത്ത രീതിയിലുള്ള പുഡിങ്സ് ആണ് സാധാരണ. അത് മെയിൻലി അത് നമ്മൾക്ക് ചെറിയൊരു ഷോപ്പുണ്ട്. ഷോപ്പിൽ നമ്മൾ ചെറിയ ഫാമിലി പാക്സ് വെക്കുന്നുണ്ട്, ചെറിയ ഗ്ലാസ്സിൽ ഇൻഡിവിജ്വൽ സെർവിങ്സ് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വലിയ ട്രേ പാക്ക് വെക്കുന്നുണ്ട്. ട്രേ പാക്കിൽ നമ്മൾക്ക് ഇത് ആക്ച്വലി ഞാനൊരു മെയിൻ കസ്റ്റമർ ആണ്. പുഡിങ് വളരെ ടേസ്റ്റിയാണ്. പിന്നെ ഞാൻ ഒരിക്കലും നേരിട്ട് പറയാറില്ല, പുള്ളിയോട് എപ്പോഴും കളിയാക്കാറേ ഉള്ളൂ. അല്ല, നമ്മൾ അതിന്റെ കൂടെ നമ്മൾ ഡെസേർട്സ് മാത്രമല്ലാണ്ട് ഞാൻ ബിരിയാണീസ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ചെറിയ ചെറിയ കേറ്ററേഴ്സിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ റിക്വയർമെന്റ്സ്, ബാങ്ക് റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്യാറുണ്ട്. നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ പൊളിക്കാനുള്ള മസാല നമ്മൾ എടുക്കുന്നു. പൊളിക്കാനുള്ള മസാലയിൽ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റുന്നത് സവാളയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് പൊളിക്കാനുള്ള മസാലയിൽ വരുന്നത്. നമ്മളെ ചെറിയ ഉള്ളി വെച്ചിട്ടുള്ള മസാലയല്ല, നമ്മൾ സവാള വെച്ചിട്ടുള്ള മസാലയാണ് വരുന്നത്. ഇത് ഒരു അരച്ച മസാലയാണ് വരുന്നത്. നമ്മൾ വഴറ്റി എടുക്കുന്നത് അരച്ചതിന് ശേഷമാണ് നമ്മൾ ഈ മസാല വഴറ്റി. ഇതിനകത്ത് വരുന്നത് സവാള വരുന്നുണ്ട്, പച്ചമുളക് വരുന്നുണ്ട്, വെളുത്തുള്ളി വരുന്നുണ്ട്, ഇഞ്ചി വരുന്നുണ്ട്, കറിവേപ്പില വരുന്നുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ അരച്ചെടുത്തിട്ടാണ് ഈ മസാല പ്രിപ്പയർ ചെയ്യുന്നത്. ഫ്ലൈൻ ചെയ്യാം. ഇതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഉരുളി ചെറുതായിട്ടൊന്ന് ചൂടായി നമ്മൾ കുറച്ച് കറി ലീവ്സിന്റെ സ്പ്രിഗ്സ് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കും. അപ്പോൾ എന്നിട്ട് അതിന്റെ മുകളിലേക്ക് മീൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ കറിവേപ്പിലയുടെ ഒരു ഫ്ലേവറും അത് ഗ്രില്ല് ചെയ്യുമ്പോൾ കിട്ടും. ഈവൻ ഇതിനിപ്പോ കുഴപ്പമുണ്ടാവില്ല, അടി പിടിക്കണമാകുമ്പോൾ തീർച്ചയായിട്ടും ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. ഇതിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതിപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഫ്ലേവർ കിട്ടാന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളത് ചെയ്യുന്നത്. എല്ലാം ഓർഗാനിക് ആണ് കേട്ടോ, കറിവേപ്പിലയെല്ലാം. ഇതിപ്പോ നമ്മള് ഇതിന്റെ വലിപ്പം വെച്ചിട്ട് നമ്മൾ ഓരോരോ ഫിഷ് ആയിട്ട് എടുത്ത് നമുക്ക് ഗ്രില്ല് ചെയ്ത് അതായിരിക്കും നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വരിക. അവനങ്ങോട്ട് റെഡി ആവട്ടെ. ശക്കല ഫയർ കൂട്ടി കൊടുക്കണം നമുക്ക്. ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. ഇതിന് ഇപ്പൊ ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമ്മളിനി മറ്റേ മസാല അതിനകത്തേക്ക് ഫില്ല് ചെയ്ത് സെറ്റ് ആക്കണം. റെസിപ്പിയാണ് അത് പറയണ്ട, എന്നാന്ന് പറയണ്ട. അതേ വീണാന്നല്ലോ. അരപ്പ് റെഡിയാണ്. ഇത് ശരിക്കും നമ്മള് അതെല്ലാം കൂടെ മറ്റേ വെച്ചിക്കാത്ത ഇറക്കില്ലേ? ഓയിൽ ചേർത്താണോ? കുറച്ച് വെളിച്ചെണ്ണ. ഓക്കെ. അപ്പൊ ഇത് നമ്മളിനിപ്പോ ഇത് ശരിക്കും നമ്മൾ വാഴയില ഇല്ലാതെ നമുക്ക് സാധാരണ ഒരു മീൻ പൊള്ളിച്ച് കഴിക്കണം എന്ന് തോന്നുന്ന ഒരാൾക്ക് വാഴയില ഒരു വലിയ വിഷയമായിരിക്കും. ഫ്ലാറ്റിൽ താമസിക്കുന്ന വീട്ടമ്മമാരൊക്കെ ഒരു വാഴയില ഇല്ലാത്തതിന്റെ പേരിൽ മീൻ പൊള്ളിച്ച് കഴിക്കാൻ പറ്റണില്ലോ എന്ന് സങ്കടപ്പെടുന്ന ഒത്തിരി കൂട്ടുകാരെ എനിക്കറിയാം. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ് കുക്കിംഗ്. ഞാനിങ്ങനെ ഞാനായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഓരോന്ന് പരീക്ഷിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി വാഴയില ഇല്ലാണ്ട് പൊള്ളിച്ച എന്താ കുഴപ്പം. സ്വന്തമായിട്ട് കണ്ടുപിടിച്ച റെസിപ്പിയാണ്. അതെ, തെറ്റാണോ എനിക്ക് അത്ര വിശ്വാസം പോരാ. ഇത് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? പിന്നല്ലേ മറിച്ചിടാം. ലോൺസ് എടുക്കട്ടെ. ഒന്ന് വരട്ടിയെടുക്കണം.
ഈ പൊള്ളിക്കുന്ന മസാല വരട്ടി എടുക്കാനായിട്ട് നമ്മൾ വേറൊരു ഇതുമാതിരി തന്നെ കോട്ടഡ് അല്ലാത്ത ഒരു ഉരുളിയിലേക്ക് ഓക്കെ ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവുമല്ലോ. ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. മസാല ഇടുവാണേ. സംഭവം ഇത്രയും കാര്യം നടന്നതെല്ലാം ഒരു മറ്റേ ഇതാ ഡ്രാമയായിരുന്നു ശരിക്കും. ആക്ച്വലി ഇതിന്റെ ഫുൾ റെസിപ്പിയും കാര്യങ്ങളെല്ലാം കുഞ്ഞാവേ കേട്ടോ. ഓക്കെ നോക്കാം അല്ലേ, ഗ്രില്ലായിട്ടുണ്ടാവും. ഏകദേശം ആയാലും പെർഫെക്റ്റ്. ഇങ്ങോട്ടെങ്കിലും തൽക്കാലം അസിസ്റ്റന്റ് ഷെഫായി. പെർഫെക്റ്റ്ലി ഡൺ. ഓ ദാറ്റ്സ് ഗ്രേറ്റ്. മസാല ആയോ നോക്കി വീണ? കുറച്ചുകൂടെ ആവണം. സെറ്റായോ അത്? ഇല്ല, കുറച്ചുകൂടെ ആവണം എന്നാ പറഞ്ഞത് ഷെഫ്. ആണോ? ലേഡി ഷെഫ്. ചീഫ് ഷെഫ് എന്ത് പറയാന്ന് വെച്ചാൽ കേൾക്കാം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. കാശ്മീരി ചില്ലി അല്ലേ? ആ കേട്ടോ. നമുക്ക് അത് മസാല ഒന്ന് മാറ്റാം അല്ലേ? മസാല മാറ്റാം. യെസ്. ഇനി മീനില്ലല്ലോ, ലാസ്റ്റത്തെ അല്ലേ? ലാസ്റ്റത്തെ മീന. നമ്മൾ ഫിഷ് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ഇത് പൊള്ളിക്കാനുള്ള പരിപാടി നോക്കാം. ഇനി നമ്മൾക്ക് നമ്മൾ എല്ലാ ഫിഷും കൂടി ഒരുമിച്ച് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടെ വലിയ ഉരുളി വെച്ചു. ഉരുളി ചൂടാക്കിയത് ഇതിൻ്റെ അകത്തേക്ക് പച്ച വെളിച്ചെണ്ണ വീണ്ടും നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇതൊരു പാഷനായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഭയങ്കര രസമാണ്. എണ്ണയിലേക്ക് നമ്മൾ ഈ പൊള്ളിച്ച മസാല ഇട്ട് കൊടുക്കണം. ഞാനിത് ആദ്യമായിട്ട് കാണുന്നുണ്ട്. സാധാരണ വാഴയിലക്കകത്ത് പൊതിഞ്ഞിട്ട് ഇത് വേണമെങ്കിൽ നമ്മൾക്ക് ഫിഷ് ഗ്രില്ല് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് ഈ മസാല എടുത്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്താലും നല്ലതാണ്. വീണ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഫസ്റ്റ് വറക്കാതെ ഈ ഒട്ടും ഫിഷ് ഗ്രില്ല് ചെയ്യാതെ ഡയറക്റ്റ് ഈ മസാല ചെയ്തിട്ട് മസാലക്കകത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് മസാല അങ്ങനെ തന്നെ മസാലക്കകത്തിട്ടിട്ട് ഫിഷ് ഗ്രില്ല് ചെയ്തെടുക്കും. അത് കുറച്ചുകൂടെ എളുപ്പമാണ്. 2 പ്രാവശ്യം കുക്ക് ചെയ്യണ മെത്തേഡ് വരില്ല അതിൻ്റെ അകത്ത്. അപ്പോൾ ഓക്കെ, അത് വരവ് നമ്മളത് മറിച്ചിടണ്ടേ? ഇനി കുറച്ച് കഴിയുമ്പോൾ പയ്യെ നമ്മളൊന്ന് മറിച്ചിട്ട് വരും. ഈ മസാല ഇനി സൈഡിലേക്കുള്ള മസാല എടുത്തിട്ട് ടോപ്പിലേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മൾ ബോട്ടം ലൈനിൽ ഒരു മസാല നമ്മൾ നിരത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് മസാലാസ് എടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. അത് പൊള്ളിക്കുന്ന ഒരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലായിടത്തും ഒരു മസാലയുടെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. കാപ്പി വേണം പറ്റില്ല. ഇത് ഇതിന്റെ മസാലയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ മറിച്ചിട്ട് ഒന്നുമാതിരി തന്നെ ഒന്നുകൂടെ പൊള്ളിക്കുക. യെസ്. പെർഫെക്റ്റ്. ഞാൻ കുഞ്ഞോനെയും എടുക്കാം. യെസ്. ഓക്കെ, സെറ്റ്. യെസ്. ഇപ്പൊ മമ്മി കുറച്ച് കപ്പ ഉണ്ടാക്കി തന്നായിരുന്നു. അതിനകത്തേക്ക് ഇട്ടിട്ട് തന്ന് ആ മീനിന്റെ മസാല കൂടെ കൂടി മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കാം അല്ലേ? റെഡി ആയിട്ടുണ്ട്. അപ്പൊ റെഡിയായി. ആക്രാന്തം വേണ്ട. താങ്ക് യു. ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഉറപ്പായിട്ടും വീണയുടെ മസാല ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
മസാല അസാധ്യ മസാലയാണ്, സാദാ മസാലയാണോ? പറഞ്ഞ പോലെ തന്നെ പൊളി. മമ്മി ഉണ്ടാക്കി കപ്പ നോക്കിയേ, കപ്പയുടെ കൂടെ മസാല ചെന്ന് നോക്ക്. കപ്പയ്ക്ക് ഓൾറെഡി മസാല ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ്. ഞാനത് ടേസ്റ്റ് നോക്കിയാൽ ടു ഗുഡ്. ഇത് ശരിക്കും ഫ്യൂഷനാണ്, ഫ്യൂഷനാ ശരിക്കും. മമ്മിയുടെ കപ്പയും വിത്ത് നിന്റെ മസാല. ശരിക്കും ആ ഫ്ലേവർ വന്നിട്ടുണ്ട്, മീനിന്റെ ഫ്ലേവർ. അതാ ഞാൻ പറഞ്ഞു, കപ്പയും മീനും കഴിക്കുന്ന സെയിം ഫീലാണ് കിട്ടുന്നത്, മീൻ ഇല്ലാതെ. ഫ്രഷ് മീനിന്റെ ടേസ്റ്റും ഈ ഒരു മസാലയും പൊള്ളിച്ചതും എല്ലാം കൂടിയിട്ട് വേറൊരു മീൻ വറുത്തതിന്റെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പി ഉണ്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഇപ്പൊ ഇത് ആക്ച്വലി ശരിക്കും നമ്മൾ ഈ വാഴയിലേക്ക് അകത്ത് വെച്ച് പൊള്ളിക്കില്ലേ, അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട്. നമ്മളിപ്പോ ഇത് ഫ്രൈ ചെയ്യാതെ മസാലക്കകത്ത് മാത്രം ഇട്ടിട്ട് പൊള്ളിക്കുകയാണെങ്കിൽ അതിന് വേറൊരു ഫ്ലേവറും ആണ്, വേറൊരു ടേസ്റ്റും ആണ്. പക്ഷെ ഫ്ലഷ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഇത് കുറച്ചൊരു ചെറിയൊരു സ്റ്റിഫ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. എന്തായാലും കൊള്ളാട്ടോ, വല്ലാത്ത ടേസ്റ്റ്. അപ്പൊ ഇതുമാതിരി മോൺസ്റ്റർ ഹുക്സ് ഇനി ഇതുമാതിരി ഫിഷുകൾ ഇങ്ങനെ പിടിച്ചിട്ട് വരും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ പറഞ്ഞു ഇതൊരു ബിസിനസ് ആക്കി കൊതി സഹിക്കാൻ പറ്റുന്നില്ല, പറഞ്ഞോട് കഴിക്കും. വൈശാഖ് ഫുൾ ടൈം ക്യാമറയുടെ മുമ്പിലായിരുന്നു. ക്യാമറയുടെ മുമ്പിലല്ല, ക്യാമറയുടെ പുറകിലായിരുന്നു. ഈ കൈപ്പുണ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയ വൈശാഖ്. തീർച്ചയായിട്ടും എന്ത് തോന്നുന്നു? എന്റെ ഒരു സുഹൃത്ത് ഷെഫ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇത്ര വിചാരിച്ചല്ലോ. മസാല മെയിനായിട്ട് അടിപൊളി, ഭയങ്കര ഡിഫറെന്റ് ആണ്. സാധാരണ പൊള്ളിച്ച് കഴിച്ചതല്ല, ഭയങ്കര വ്യത്യാസമുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, സീരിയസ്ലി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. കപ്പയെന്ന് കഴിച്ചു നോക്കി. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ ഉണ്ടാക്കി തന്നത് കൊള്ളില്ലെന്നാണ് നീ പറഞ്ഞത്. അത് സീരിയസ് ആയിട്ട് പറഞ്ഞല്ല, അങ്ങനെയല്ല, ഡിഫറെന്റ് ടേസ്റ്റ് ആണെന്നാണല്ലോ വൈശാഖ് പറഞ്ഞത്. അതെ അല്ലേ, ശരിയല്ലേ? മീനിന്റെ ജ്യൂസ് ഫുൾ ഇറങ്ങിയേക്കുന്നതുകൊണ്ട് അതിന്റെ ആ റിയൽ ടേസ്റ്റ്, കപ്പയും മീനും കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് വന്നേക്കുന്നത്. ഫ്രഷ് എടുത്ത് കഴിച്ചു നോക്കി, ആ സൈഡിൽ നിന്ന് കഴിച്ചു നോക്കി. നമ്മളിത് കഴിക്കുമ്പോൾ ഇതിന്റെ മസാലയും കൂടെ കൂടി വേണം എടുക്കാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് മെയിനായിട്ട് അതിലാണല്ലോ. നല്ലതാണോ? വീണ ഷെഫ് വീട്ടില് കുക്ക് ചെയ്യുന്ന മാതിരി ആയിട്ടുണ്ടോ? കപ്പ എനിക്കാൾ നന്നായിട്ടില്ലേ? എന്തായാലും ഞാൻ എടുത്തിരിക്കുന്നത്. എടുക്കടാ കുഞ്ഞാവേ, എടുക്ക കുറച്ച് കപ്പ അല്ല, അതാ തൈര് കഴിച്ചാൽ മതി. രണ്ടാമത് തന്നോ? ശരിയാവല്ലോ കേട്ടോ. അപ്പം മീനും കപ്പയൊക്കെ അടിപൊളിയായിരുന്നല്ലേ? അടിപൊളി മീനും കപ്പയും ചോറും തൈരും. ആഹാ, ഇനി ഇവര് പാട്ടാവാം. എന്താ പറഞ്ഞു? തീർച്ചയായിട്ടും അനുപ്രിയ ഭയങ്കര പാട്ടുകാരിയാണ്, യൂട്യൂബറാണ്, ഇതൊക്കെ പലതും കേട്ടായിരുന്നു. എന്താണേലും നമ്മുടെ യുവ ആയുർവേദ ഡോക്ടർ അനുപ്രിയ ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. ഇത് അപ്രതീക്ഷിതമായിട്ട് വന്ന ഗസ്റ്റ് കേട്ടോ. നമ്മളിവിടെ കറക്റ്റ് ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മുടെ സാന്ദ്രയുടെ ക്ലാസ്മേറ്റും പാട്ടുകാരിയും ഒക്കെ ആയിട്ടുള്ള ആളാണ്. അപ്പൊ നടക്കട്ടെ, പാടട്ടെ. തന്നാലെ ആറിപ്പോന മായമിന്ന് പൊന്മാനേ പൊന്മാനേ എന്ന കായமான போதும் என் மேனி தாங்கிக் கொள்ளும் உந்தன் மேனி தாங்காத செந்தேனே இந்த காதல் என்னவென்று சொல்லாமல் ஏங்க ஏங்க வந்தது எந்த சோகம் உன்னை தாக்கும் என்றென்னும் போது வந்து நின்றது மனிதர் உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல, அதையும் தாண்டி புனிதமானது. அபிராமியே தாளாட்டும் சாமியே நான் தானே தெரியுமா? சிவகாமி
அதுவும் உனக்கு புரியுமா? சுபலாலி லாலி 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 அபிராமி லாலி 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 ஓ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டு சௌக்கியமா நான் இங்கு சௌக்கியமே. വെരി ഗുഡ്. അപ്പൊ വൈശാഖേ, ഇന്നത്തെ നമ്മുടെ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് വൈകിട്ട് ചെസ് കളി ഉണ്ടായിരിക്കുന്ന കേട്ടോ. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? കൊള്ളാം. ചെസ് മുണ്ട്. അപ്പൊ എനിവേ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. രാവിലെ മുതൽ തുടങ്ങിയതാണ്. രാവിലെ സിദ്ദിഖയോടൊപ്പം നമ്മുടെ ഫിഷിങ്. സിദ്ദിഖ എന്തോ നിർഭാഗ്യവശാൽ പുള്ളി വന്നിട്ടില്ല. ഒത്തിരി വിളിച്ചിരുന്നു, വരാൻ പറ്റിയില്ല. പുള്ളിയുടെ ആ ഒരു, അതായത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന്റെ ആ ഒരു കാർപ്പ് ഫിഷിങ്ങിന്റെ കാര്യത്തിൽ പുള്ളി ഒരു അഗ്രഗണ്യനാണ്. എൻ്റെ ഒരു മീൻപിടുത്തത്തിലൊരു ഗുരുസ്ഥാനീയനുമാണ്. അപ്പൊ ആളുടെ ഇത് ശരിക്കും പുള്ളി പിടിച്ച മീനാണ് കൂടുതലും. നമുക്ക് രണ്ടെണ്ണം കണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആര് പിടിച്ചാലും ഐഡിയ മൊത്തം പുള്ളിയുടെ ആണല്ലോ. ആ ഫീഡും കാര്യങ്ങളും എങ്ങനെ ഇടണം എന്താണുള്ളതെല്ലാം പുള്ളിയുടെ ഒരു ഇതായിരുന്നു. എനിവേ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. എല്ലാം വളരെ ഹാപ്പിയായി. പിള്ളേരും എല്ലാരും ഹാപ്പി. Signing off. Thank you. See you next video.